ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ ഇനി 1 day to go. സോ ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. ബിഗ് ബോസ് ഫാൻസ് എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. ഏഷ്യനെറ്റിലും ഡിസ്നി ഹോട്ട്സ്റ്റാറിലും ഉണ്ടാവും. സോ ഞാനൊരു ബിഗ് ബോസിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. ഞാൻ ചില സീസൺ ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല. സീസൺ ലൈക്ക് ലാസ്റ്റിൽ ജിൻറ്റോ വിന്നർ ആയിട്ടുള്ളത്, അതേപോലെ തന്നെ അഖിൽമാരാർ വിന്നർ ആയിട്ടുള്ളത്, അതിലൊന്നും ഞാൻ വളരെ ക്ലോസ് ആയിട്ടൊന്നും ഫോളോ ചെയ്തില്ല. കാരണം അതിലൊന്നും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫേവറേറ്റ് സീസൺ വാസ് ഓൾവേസ് ദിൽഷ പ്രസന്നൻ വിന്നർ ആയിട്ടുള്ള ആ സീസൺ ആയിരുന്നു. ദ ഗെയിം ചേഞ്ചർ ആയിട്ട് വന്ന റിയാസ് സലീം, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, അതേപോലെ തന്നെ ബ്ലെസ്ലി, ജാസിം, നിമിഷ. അതൊരു കിടിലം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് സീസൺ ബിഗ് ബോസിൽ അതായിരുന്നു. ഓവറോൾ ഹിന്ദി, തമിഴ്, മലയാളത്തിൽ തെലുഗുവിലൊക്കെ ഉണ്ട്. ബട്ട് എൻ്റെ ടോപ്പിൽ നിൽക്കുന്ന എൻ്റെ ടോപ്പ് ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റുന്നത് എൻ്റെ ഹിന്ദിയിലെ ബിഗ് ബോസ് സീസൺ 13, സിദ്ധാർത്ഥ് ശുക്ല വിന്നർ ആയിട്ടുള്ളത്. കറൻലി ഇപ്പോൾ ഹീസ് നോ മോർ ഇൻ ദിസ് വേൾഡ്. യാ, എൻ്റെ ഫേവറേറ്റ് കോണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ബട്ട് ആ ഒരു സീസൺ 13, ദാറ്റ് വാസ് എ ഹെൽ ആക്ച്വലി. കിട്ടില്ല എൻ്റർടൈൻമെൻറ്റ്. ഗെയിമിലായാലും ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒന്നെങ്കിൽ വിന്നർ ആയിട്ടുള്ള സിദ്ധാർത്ഥ് ശുക്ല, എന്താണ് പാരിസ് ഛാപ്ര, അതേപോലെ തന്നെ ആസിം റിയാസ്, രേഷ്മി, ഷെഹനാസ്, പിന്നെ ഷിഫാലി ബഗ്ഗ, അങ്ങനെ ഒരുപാട് നല്ല കോണ്ടസ്റ്റൻസ് ആയിട്ടുള്ള കിട്ടില്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ഹിന്ദിയിലെ സീസൺ 13. അതുപോലെ ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടില്ലെങ്കിലും ഡോക്ടർ റോബിൻ, റിയാസ്, ജാസ്മിൻ, നിമിഷ, ദിൽഷ, ബ്ലെസ്ലി ആ സീസണും കിഡിലായിരുന്നു. ആ സീസണിൽ ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു സീസൺ പിന്നെ വന്നിട്ടില്ല മലയാളത്തിൽ. ഐ വിഷ് സീസൺ 7 വിൽ ബി കിഡിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ആഫ്റ്റർ ഓൾ ഇതൊരു സീരിയൽ അല്ലാന്ന് നമ്മൾ ഓഡിയൻസ് എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഇറ്റ്സ് എ TV റിയാലിറ്റി ഷോ. നമ്മൾ ആ സ്പിരിറ്റിൽ കാണണം. ഹെൽത്തി ഡിബേറ്റ്, വെറുതെ ചുമ്മാ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വരുന്ന ആൾക്കാരെ പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്യാണ്ട് വീടിൻ്റെ പുറത്തേക്ക് വെളിയിലിറക്കുക, ഡിസേർവിങ് പീപ്പിളിനെ നിലനിർത്തുക ടിൽ ദ എൻഡ്. ഇത് അവരുടെ മൈൻഡ് ഗെയിം മാത്രമല്ല, ഈ ബിഗ് ബോസ് ഈസ് ഓൾസോ എ മൈൻഡ് ഗെയിം ടു ദ ഓഡിയൻസ്. നമ്മളെല്ലാം കാണുന്നുണ്ട്, പക്ഷെ നമ്മളും കളിച്ചുകൊണ്ടിരിക്കണം. സോ അങ്ങനെയാണ് ഈ ഗെയിം ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആവുക. നമ്മൾ അവരുടെ ഫേക്ക് ഗെയിംസിലും അവരുടെ ഫേക്ക് ഇതിലൊന്നും വീണ് പോകരുത്. വി നീഡ് ടു ബി ഒബ്സർവ് എവ്രിതിങ്. ഒരാളെടുത്തും പാർഷ്യാലിറ്റി കാണിക്കരുത്. ആൻഡ് ബി അവെയർ ഓഫ് ദ PR സ്റ്റൺസ് ദാറ്റ് ബീൻ കമ്മിങ് ഇൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. അവരുടെ ട്രോളുകളൊക്കെ വന്നിട്ട് അവരുടെ ഫേവറേറ്റ് കോൺടെസ്റ്റിനെ അവർ സപ്പോർട്ട് ചെയ്യും. അതിനും നമ്മൾ സൂക്ഷിക്കണം. സോ PR സ്റ്റണ്ടുകളും മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്മൾക്ക് എന്താ തോന്നുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക, ആ കോൺടെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ ഗെയിം എങ്ങനെയുണ്ട് നോക്കാം. സോ ഫേവറിസം വെച്ച് കളിക്കാണ്ടിരിക്കുക. അതായത് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു PR സ്റ്റണ്ട് കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്തോ കാണുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയായിരിക്കും ബിഗ് ബോസ് ഈ സീസൺ എൻ്റർടൈനിങ് ആവുക. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്. വി ഓൾ ആർ വെയിറ്റിംഗ്. ടുമാറോ, നാളെ അറിയാം ആരൊക്കെ ഉണ്ടാവുമെന്ന്. ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റിലൊന്നും നോക്കിയിട്ടില്ല. കാണാൻ പോകുന്ന പൂരം നേരത്തെ അറിഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? സോ ഇറ്റ്സ് കമ്മിങ്, ബിഗ് ബോസ് സീസൺ 7.